സഹോദരന്മാരെ, മൂപ്പര് പറയുന്നു, ഞങ്ങൾക്ക് മുജാഹിദീക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ഖുർആനും സുന്നത്തും അനുസരിച്ചങ്ങ് ജീവിച്ചാൽ നിങ്ങൾ മുജാഹിദായി. ഖുർആനും സുന്നത്തും അതാ, അത് ഇവിടെ വന്ന എല്ലാരും പറഞ്ഞതാണ്. പറയുമ്പോൾ വലിയ ആളാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, AP തന്നെ പറയട്ടെ, AP അബ്ദുൽ ഖാദർ തന്നെ പറയട്ടെ, ഖുർആനും സുന്നത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും വരെ ഖുർആനും സുന്നത്തും. അതിന് മുമ്പ് ഈ മൗലവി പറയും നാരിയത്ത് സലാത്ത്, മൈതാനി പോയിട്ട് 27 സലാത്ത്. മൈതാനിന്ന് 27 സലാത്ത് എല്ലാം കിട്ടോ. നാരിയത്ത് സലാത്ത് നരകത്തിലേക്കുള്ള സലാത്ത്. മൗലവി പറയാ, അതിനെപ്പറ്റിയൊക്കെ ഞാൻ പലപ്പോഴും പ്രസംഗിച്ചാണ്, വിശദമായിട്ട് പറയുന്നില്ല. എന്റെ ഒരൊറ്റ ചോദ്യമാണ് കൊണ്ടോട്ടിയത്. ആരോടെ ചോദിക്കുന്നത്? മൗലവി AP അബ്ദുൽ ഖാദർ മൗലവിനെ വിളിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ആ വാദപ്രതിവാദത്തിന് നാരിയത്ത് സലാത്തിനെ ആയിക്കോട്ടെ, നിങ്ങളെ നാവ് കൊണ്ട് ചൊല്ലിയ സലാത്തെടുത്ത് നിങ്ങൾക്ക് മറുപടി. മൂപ്പരെ ചോദ്യം, ഏത് മുഹമ്മദ് നബി ആ നാരിയത്ത് സലാത്ത് പഠിപ്പിച്ചത്? അതിന്റെ മറുപടി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറഞ്ഞുതരാൻ. ആദ്യ ആൾ നാരിയത്ത് സലാത്തിന് വേണ്ടി പറയുന്നത് കേൾക്കി വെക്ക്. നരകത്തിൽ കടക്കണ സലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന അർത്ഥം. കേട്ടില്ലേ? എന്നെ കേട്ടോളി. മൗലവി എന്നിട്ട് നാരിയത്ത് സലാത്ത്, നരകത്ത് കിടക്കുന്ന സലാത്ത്, ഇപ്പൊ ജോറായിട്ടൊരു വെല്ലുവിളിയാണ്. എന്നാ വെല്ലുവിളി അറിയോ? വെല്ലുവിളി എന്താന്ന് ചോദിച്ചാല് മുഹമ്മദ് നബി ചൊല്ലിയിട്ടുണ്ടോ എന്നാ. എന്നാ മൗലവിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് നബി ചെല്ലാത്തൊരു സലാത്തും ചൊല്ലിയിട്ട് അയാൾ പ്രസംഗം തുടങ്ങി തന്നെ. അത് മുഹമ്മദ് നബി ചൊല്ലിയെ കാണിച്ചെന്നാൽ അതിന്റെ നേരെ ചോടെ വരിയിൽ മറ്റും കാണിച്ചു. നിങ്ങൾ ചൊല്ലിയ സലാത്ത് ഹദീസിന്റെ കിതാബിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അതിന്റെ നേരെ ചോടെ വരിയിൽ നാരിയത്ത് സലാത്ത് ഞാനും കാണിച്ചു തരും. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആ സലാത്ത് എവിടെയുള്ളത്? അതിന്റെ നേരെ ചോടെ വരിയിൽ ആളെ നാരിയത്ത് സലാത്തും ഉണ്ട്. അതാദ്യം കാണിക്കും. നിങ്ങളെ KP മുഹമ്മദ് ബിൻ അഹ്മദ്, ഞാൻ കരുനാഗപ്പള്ളിയിലെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, എന്റെ ഈ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് എന്റെ കേസറ്റ് ഒന്ന് കേട്ട് പഠിച്ചൂടെ? ഇനിയെങ്കിലും മരിക്കണ്ടേ? ഇയാൾക്ക് വയസ്സായില്ലേ? ഇനിയും പഠിക്കുന്നില്ല? AP മുഹമ്മദ് ബിൻ അഹ്മദ് നിങ്ങളെ മൗലവിയല്ലേ? ലെറ്റർ ഹെഡിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തല്ലേ ഇത്? വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. KP മുഹമ്മദ് ബിൻ അഹ്മദ് ഒപ്പിട്ട് കൊടുത്ത്. ഇത് ഹദീസിലുണ്ട് സലാത്ത്. അങ്ങനത്തെ എത്ര സലാത്ത്? 10-20 സലാത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ മൗലവിമാര് ചൊല്ലിയ സലാത്ത്. നിങ്ങളെ ഇവിടെ ഇപ്പം വന്നിട്ട് പ്രസംഗിച്ചപ്പോ ഏകദേശം മൗലവിമാര് ചൊല്ലിയതും ഹദീസിലില്ലാത്ത സലാത്താ. പിന്നെ ഞങ്ങളോട് ചോദ്യം, നാരിയത്ത് സലാത്ത് നബി ചൊല്ലിയിട്ടുണ്ടോ? നബി ചൊല്ലിയ സലാത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് കിതാബിലാണ് മൗലവി പറഞ്ഞത്? മൻ സല്ലാ അലയ്യ സലാത്തൻ, എന്റെ പേരിൽ ഏതൊരു സലാത്ത് ആര് ചൊല്ലിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ഗുണം അല്ലാഹു തആല കൊടുക്കുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതില്ലാന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം?